One is asked to say a two-digit number. ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. What is the probability of both digit being the same? ഇതിലെ രണ്ട് അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എത്രയാണ്? What is the probability of the first digit being larger? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എത്രയാണ്? What is the probability of the first digit being smaller? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത എത്രയാണ്? ആദ്യം നമുക്ക് ടു ഡിജിറ്റ് നമ്പറുകൾ അതിലേക്ക് നോക്കാം. 10, 11, 12 അങ്ങനെ പോയിട്ട് 99 വരുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രണ്ടക്ക സംഖ്യകൾ അല്ലെങ്കിൽ ടു ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ടോട്ടല് 90 രണ്ടക്ക സംഖ്യകളുണ്ട്. 90 ടു ഡിജിറ്റ് നമ്പർ ഉണ്ട്. അതായത് 1 മുതൽ 100 വരെ ടോട്ടൽ 100 ഉണ്ട്. അതിൽ 1 മുതൽ 9 വരെ ഉള്ളതിൽ 9 എണ്ണം പോയി. പിന്നെ 100 എന്ന് പറഞ്ഞാൽ അതും മൂന്നക്ക സംഖ്യയാണ്, അത് രണ്ടക്ക സംഖ്യയുള്ള. അപ്പൊ 9 1 മൊത്തം 10 എണ്ണം പോയി. അപ്പൊ 100 10 പോയാല് ബാക്കി 90 രണ്ടക്ക സംഖ്യകളുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് ബീയിങ് സെയിം? രണ്ടക്കങ്ങളും തുല്യമാവാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടക്കങ്ങളും തുല്യമായിട്ട് വരുന്നത് ഫസ്റ്റ് എവിടെ നിന്ന് തുടങ്ങാം? 10 തൊട്ടാണല്ലോ പോകുക. ഇവിടെ തന്നെ രണ്ടക്കങ്ങളും തുല്യമായിട്ട് വരുന്നത് ഏതാ? 11. പിന്നെ 11 കഴിഞ്ഞാൽ പിന്നെ രണ്ടക്കവും തുല്യമായിട്ട് വരുന്നത് ഏതാ? 22. പിന്നെ രണ്ടക്കവും തുല്യമായിട്ട് വരുന്നത് 33. പിന്നെ 44, 55, 66, 77, 88, 99. ഇത്രയാണ് നമുക്ക് രണ്ടക്കങ്ങളും തുല്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സാധ്യത ചെയ്താലോ? പോസിബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. അനുകൂല സാധ്യത ബൈ ആകെ സാധ്യത. അനുകൂല സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ അനുകൂലമായിട്ട് നമുക്ക് കിട്ടുന്ന എണ്ണം എത്രയാ? 1, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ 9/90. ഓക്കെ, ഇതിനെ ചെറുതാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ 1/10. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലാർജർ? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തിനേക്കാൾ വലുതാകണം. അതിനുള്ള സാധ്യത എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ അക്കം വലുതാകണം എന്ന് പറയുമ്പോൾ നമ്മൾ 10 എന്നാണ് തുടങ്ങുക അല്ലെ. 10 എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ അക്കം വലുതാണ്, പിന്നെ 0 ആണ് അല്ലെ. പിന്നെ 11 അങ്ങോട്ട് പോകില്ല, കാരണം 11 രണ്ടും സെയിം ആണ്. 12 ആകുമ്പോൾ പിന്നെ ആദ്യത്തെ അക്കം ചെറുതാവും. പിന്നെ എവിടെയായിരിക്കും? 20 വരാം, 21 വരാം. 22 അങ്ങോട്ട് പോകുമോ? ഇല്ല. 30 30, 31, 32. കാരണം ആദ്യത്തെ അക്കം വലുതാകണം. ഇപ്പൊ ഈ 30, 31, 32 ആദ്യത്തെ അക്കാണ് വലുത്, രണ്ടാമത്തെ അക്കം ചെറുതല്ലേ, 3 അല്ലേ വലുത്. അവിടുന്ന് അങ്ങോട്ടുള്ളതിലൊക്കെ രണ്ടാമത്തെ അക്കാവും വലുത്. ഇനി 40 40, 41, 42, 43. 50 50, 51, 52, 53, 54. 60 60, 61, 62, 63, 64, 65. 70, 71, 72, 73, 74, 75, 76. 80, 81, 82, 83, 84, 85, 86, 87. 90, 91, 92, 93, 94, 95, 96, 97, 98. ഇത്രയും നമ്പറുകളുണ്ട്. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45. 45/90. 45/90. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് സ്മോളർ? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതാണ്. നേരെ തിരിച്ചു. ഇപ്പൊ എഴുതിയത് നമ്മൾ ആദ്യത്തെ അക്കം വലുതാവാൻ, ഇനി ആദ്യത്തെ അക്കം ചെറുതാവണം. അപ്പൊ 10 വരില്ല, 11 വരില്ല. 10 ആദ്യത്തെ അക്കം വലുതാണ്, 11 രണ്ടും സെയിം ആണ്. പിന്നെ എവിടെ തൊട്ട് വരും? 12 തൊട്ട് വരും. 12, 13, 14, 15, 16, 17, 18, 19. ഇനി 20 വരില്ല, 21 വരില്ല, 22 വരില്ല. ബാക്കി ഏതുണ്ടാവും? 23 തൊട്ടുണ്ടാവും. 23, 24, 25, 26, 27, 28, 29. ഇനി 30
33 വരെ വരില്ല, കാരണം 32 വരെ ആദ്യത്താണ് വലുത്. 33 രണ്ടും സെയിം ആണ്. 34 തൊട്ട് വരും. 34, 35, 36, 37, 38, 39. 40-ലാണെന്നുണ്ടെങ്കിൽ 45, 46, 47, 48, 49. 50-ലാണെന്നുണ്ടെങ്കിലോ 56 തൊട്ട് 56, 57, 58, 59. 67, 68, 69. 70-ലാണെന്നുണ്ടെങ്കിലോ 78, 79. 80-ലാണെന്നുണ്ടെങ്കിൽ 89. 90-ൽ വരുമോ? ഇല്ല. 90 തൊട്ട് 98 വരെ ആദ്യത്തെ അക്കാണ് വലുത്. 99 എന്ന് പറഞ്ഞാൽ രണ്ടക്കം സെയിം ആണേലും. അപ്പൊ 90-ൽ ഉണ്ടാവുമോ? ഇല്ല. ഇവിടെ നമുക്ക് ആദ്യത്തെ അക്കം ചെറുതായിട്ട് കിട്ടണം. ഇനി ഇവിടെ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36. 36/90.